ചൈനയിൽ വീണ്ടും ആരോഗ്യ അടിയന്തരാവസ്ഥ. മിണ്ടാതെ ലോകാരോഗ്യ സംഘടന. HMPV വൈറസും കോവിഡും തമ്മിൽ ബന്ധമുണ്ടോ? ലോകത്തെ മുഴുവൻ ഭീകരതയിലാഴ്ത്തിയ കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ വ്യാപിക്കുന്ന പുതിയ വൈറസ് ആരോഗ്യ മേഖലയിൽ വീണ്ടും ആഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നുവെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നെല്ലാമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചൈനയിൽ വൈറസ് പടർന്നതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലും HMPV കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. എന്താണ് HMPV വൈറസ്? ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് HMPV. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടിപെടും. എന്നാലും പ്രായമായവരിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. 2001 രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇതൊരു പുതിയ രോഗമല്ലെന്നും മുൻപ് തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും HMPV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നു. അതുകൊണ്ട് തന്നെ HMPVയെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണുവാൻ കഴിയില്ല. തണുപ്പ് കാലത്താണ് രോഗം പടരാൻ സാധ്യത. ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് HMPVക്കും സാധാരണയായി ഉണ്ടാവുക. കഫക്കെട്ട്, പനി, ശ്വസന തടസ്സം, മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും കാരണമാകും. 3 മുതൽ 6 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. ശരീരത്തിൽ കയറിയത് മുതൽ രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ തെറപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല എന്നത് ആരോഗ്യ മേഖലയിലുള്ളവരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്.